Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. Do you have a future with this person? ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഭാവിയുണ്ടോ? ഒരുമിച്ച് വരാ അല്ലെങ്കിൽ ഒരുമിച്ച് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പല ആളുകളും റിലേഷൻഷിപ്പിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ റീഡിംഗ് നിങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്കുള്ളൊരു ഡിവൈൻ മെസ്സേജ് ആയിട്ട് എടുക്കുക. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ, തീരുമാനമെടുക്കാൻ, മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കട്ടെ. ആരാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? ഏത് വ്യക്തിയുമായിട്ടാണോ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ളത് ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ആൻഡ് ഏത് സ്റ്റോണിനോടാണോ, ഏത് ഗ്രൂപ്പിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത്, സെലക്ട് ദാറ്റ്. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. ഇൻറ്റ്യൂട്ടീവ്ലി കണക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. Alright, let's start with group number 1. Hey group number 1, do you have a future with this person? ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഭാവിയുണ്ടോ? എന്ത് ഭാവിയാണ് ഈ വ്യക്തിയുമായിട്ടുള്ളത്? നമുക്ക് നോക്കാം. നിങ്ങൾ ഈ വ്യക്തിയുമായി ഓൾറെഡി എന്തെങ്കിലുമൊക്കെ കാര്യം ഒരുമിച്ച് ചെയ്യുന്ന ആളുകളായിരിക്കാം, ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം, ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കാം, ഓർ നിങ്ങൾ ഓൾറെഡി ഒരു ഫാമിലി ലീഡ് ചെയ്യുന്ന ആളുകളായിരിക്കാം, ഹസ്ബൻഡ് വൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം, ഓർ നിങ്ങൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലുള്ള ആളുകളായിരിക്കാം, അല്ലെ? സോ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കണം, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, മുന്നോട്ട് പോവോ ഇല്ലയോ. കാരണം ചില കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ലെസൺ ആയിട്ട് പഠിക്കുന്നുണ്ടായിരിക്കണം, അല്ലെ? സോ നിങ്ങൾക്ക് പെട്ടെന്ന് ഈസിലി നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കണക്ഷൻ, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ഓർ ഇത് നിങ്ങളുടെ ഒരു ലൈഫ് ലെസൺ ആയിരിക്കാം. ചില കാര്യങ്ങൾ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, പഠിക്കേണ്ടതായിട്ടുണ്ടായിരിക്കാം. റൈറ്റ്? സോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം. സോ ലെറ്റ്സ് സീ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്, എന്താണ് ഈ റിലേഷൻഷിപ്പിന്റെ ഭാവി എന്നുള്ളത്. ഗ്രൂപ്പ് നമ്പർ 1, do you have a future together? What you need to hear about this relationship. Group number 1. Group number 1. കോ-ഡിപ്പെൻഡൻസി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് പരസ്പരം ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കും. ഒരാൾ മറ്റൊരാളിൽ പല രീതിയിലും ഡിപ്പെൻഡഡ് ആവുന്നുണ്ടായിരിക്കണം. ഒരാൾ മറ്റൊരാൾക്ക് ബേർഡൻ ആവുന്നത് പോലെ, അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളുടെ അഡ്വാൻറ്റേജ് എടുക്കുന്നത് പോലെ, ബെനിഫിറ്റ്സ് എടുക്കുന്നത് പോലെ ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, സോ പല സിറ്റുവേഷനിൽ നിങ്ങൾ അത് റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരുപാട് പോകേണ്ടതായിട്ടുണ്ടായിരിക്കണം, ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതും ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടതും ഒരുമിച്ച് ഗ്രോ ചെയ്യേണ്ടതുമായിട്ടുള്ള പല സിറ്റുവേഷൻസും ഉണ്ടായിരിക്കാം. ഈവൻ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിന്റെ മാക്സിമം അല്ലെങ്കിൽ ഒരു എക്സ്റ്റെന്റ് വരെ നിങ്ങൾ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം, പല കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം. സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാനും റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനും ആ ഒരു റിലേഷൻഷിപ്പിൽ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സാധിക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ ഒരു വർഷത്തെ ഒരു പ്രോസസ് ആയിരിക്കാം, അല്ലെ? ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്ന് പല കാര്യങ്ങളും നിങ്ങൾ അതുപോലെ ആയിരിക്കാം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനോ ഓർ അങ്ങനത്തെ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് കുറച്ചു കാലം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലെസൺ അവിടുന്ന് കിട്ടുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതായിട്ടോ ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, റൈറ്റ് ആയിട്ടുള്ള ആക്ഷനും എടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പ്രോബബ്ലി നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരുത്താൻ സാധിക്കാത്തത് നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനോടുള്ള ചില കമ്മിറ്റ്മെന്റ്സോ ഒബ്സഷനോ ഓർ ഡിപ്പെൻഡൻസിയോ ആയിരിക്കാം. അത് നിങ്ങൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടാക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, കഴിയുന്നത് നിങ്ങൾ അങ്ങനെ ഒരുപാട് ഡിപ്പെൻഡഡ് ആവാതിരിക്കുക. ഓൾറൈറ്റ്? സോ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആണ്. സോ ചില ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുത്തേണ്ടതായിട്ടുണ്ട്, ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ ഈ വ്യക്തിയുടെ മേലെ അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ മേലെ ഫൈനാൻഷ്യലി ഒരുപാട് ഡിപ്പെൻഡഡ് ആവുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അതുപോലത്തെ ഗ്രോത്ത് കണ്ടിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആരെങ്കിലും നിൽക്കുന്നത്, ഓക്കെ, നിങ്ങളോ ആ വ്യക്തിയോ നിൽക്കുന്നതെങ്കിൽ എസ്പെഷ്യലി ആ വ്യക്തിയുടെ ഒരു ഇന്റൻഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു കഴിവിന്റെ മേലെയാണോ, നിങ്ങളുടെ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസിന് കണക്ട്
ചെയ്യേണ്ടതായിട്ടുണ്ടാവുന്നുണ്ട്. സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ആവുന്നത് ഈ ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾക്കും വളരാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ ഒരു മ്യൂച്വൽ ഗ്രോത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. സോ അത് ഹെൽത്തി ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ബട്ട് വെരി കെയർഫുൾ. ഈ ഒരു റിലേഷൻഷിപ്പ് എവിടെയെങ്കിലും നിങ്ങൾക്കൊരു സഫർ ആയിട്ടോ അല്ലെങ്കിൽ അത് ഒരേ പാറ്റേണിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. മോസ്റ്റ്ലി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് എടുക്കുന്നത് നിങ്ങളുടെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിട്ടായിരിക്കാം അല്ലെ. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല. ചില ആളുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കമ്മിറ്റ്മെന്റ്സ് ഈ വ്യക്തിയുമായിട്ട് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. ഇപ്പൊ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇൻവോൾവ് ആവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കമ്മിറ്റ്മെന്റ്സ് ഈ ഒരു വ്യക്തിയുമായിട്ട് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഒന്നെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എടുക്കുക, ഈ വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കുക. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ശീലമായി പോയിട്ടുണ്ടായിരിക്കണം. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് മാത്രം എന്നുള്ളതല്ല, ഏതൊക്കെ രീതിയിലാണോ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ബേർഡൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് മസ്റ്റ് ആയിട്ട് മാറ്റം വരുത്തേണ്ട റിലേഷൻഷിപ്പാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഇതേ സിറ്റുവേഷനിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുമായിരിക്കാം. പക്ഷെ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങളാണ്. ഓക്കെ, യു നീഡ് ടു ഹിയർ അബൌട്ട് ദിസ് റിലേഷൻഷിപ്പ്. What is the future of this relationship? Tip number 1. സോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഭാവി ഉണ്ടോ, ഹെൽത്തി ആയിട്ടുള്ള ഭാവി ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളതല്ല നിങ്ങൾ നോക്കേണ്ടത്. ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് എത്രമാത്രം അത് നീട്ടിക്കൊണ്ടു പോകണോ അത്ര കാലം ഈ ഒരു വ്യക്തി, എത്ര കാലം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്റർടൈൻ ചെയ്യുന്നോ അത്ര കാലം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നീട്ടി വലിച്ചു കൊണ്ടുപോവാം. ഓക്കെ, ഈവൻ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്ത് അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരേണ്ട ഒരു സിറ്റുവേഷൻ കൂടെ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിർത്തുന്ന ചില കോർ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അല്ലെ. സോ ചില കമ്മിറ്റ്മെന്റ്സ് ആയിരിക്കാം, ചില ബന്ധങ്ങൾ കൊണ്ട് നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നതായിരിക്കാം, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു തോന്നൽ കൊണ്ട് നിങ്ങൾ അങ്ങനെ നിൽക്കുന്നതായിരിക്കാം. പക്ഷെ എന്താണോ എന്താണോ നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്, അത് നിങ്ങൾ വിചാരിക്കുന്ന അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രാപ്പ് ആയിക്കൊള്ളണമെന്നില്ല. എസ്പെഷ്യലി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ചില ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ആക്ഷൻ വരുന്ന സമയത്തേ നിങ്ങളെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. സോ അത് മെയിൻലി മനസ്സിലാക്കേണ്ടത് ആർക്കാണോ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്നത്, മേ ബി ലൈക്ക് രണ്ടാളുകൾക്കും ഒരുപാട് സ്ട്രഗിൾ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. പക്ഷെ ആരെങ്കിലും ഒരാൾ ഇനീഷ്യേറ്റ് ചെയ്താലേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പോവുക എന്നുള്ളത് മാത്രം എന്നുള്ളതല്ല. ഒന്നുകിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു അനക്കം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഫ്ലോ കൊണ്ടുവരാൻ സാധിക്കും. കാരണം നിങ്ങൾ എത്ര കാലം റിലേഷൻഷിപ്പിൽ പോകുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ മാറ്റം വേണ്ട കാര്യത്തിന് അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. കാരണം ചില പ്രോപ്പർ ആയിട്ടൊരു ആക്ഷൻസ് അവിടെ കുറവാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ എന്തൊക്കെയോ ആക്ഷൻ എടുക്കണം, നിങ്ങൾ ചില ഡിസിഷൻ എടുക്കണം, ചില മാറ്റങ്ങൾ അവിടെ വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളത് ചെയ്യുക. ഓക്കെ, ആ ഒരു കറേജ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അൺവാണ്ടഡ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരിക. ഗ്രൂപ്പ് നമ്പർ 1, ഇത് നിങ്ങൾക്കുള്ള ഒരു സ്ട്രോങ് മെസ്സേജ് ആണ്. ഓക്കെ, സോ എന്ത് ബൗണ്ടറി ആണോ അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷൻ ആണോ അല്ലെങ്കിൽ എന്ത് കണക്ഷൻ കൊണ്ടാണോ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്, മേ ബി ലൈക്ക് ചില ആളുകൾ നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻ ആയിട്ടോ കാർമിക് സിറ്റുവേഷൻ ആയിട്ടോ നിങ്ങളുടെ ഒരു കർമ്മയായിട്ടോ നിങ്ങൾ എടുക്കുന്ന റിലേഷൻഷിപ്പ് പാറ്റേൺ ആയിരിക്കാം. ഓക്കെ, ബട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണോ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തിയിൽ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും എന്ത് കമ്മിറ്റ്മെന്റ് ആണോ, ഈവൻ അത് ചില ആളുകൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ ഒരു ഒബ്സഷന്റെ ഒരു പേരിലായിരിക്കാം, നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ അത്രയൊരു ഡിപ്പെൻഡന്റ് ആയതിന്റെ പേരിലായിരിക്കാം, ഓർ നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കാം, സ്നേഹം കൊണ്ടായിരിക്കാം. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേദന ഉണ്ടാവുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ ചേഞ്ച് ദ പാറ്റേൺ. ഗ്രൂപ്പ് നമ്പർ 1. ഓക്കെ, ചേഞ്ച് ദ പാറ്റേൺ. ഗ്രൂപ്പ് നമ്പർ 1. കാരണം ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ മീഡിയേറ്റർ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തരണം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ ഇത് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്. ഒരു തേർഡ് പേഴ്സൺ ഡെഫിനറ്റ്ലി വേണം. ഓർ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഗട്ട് ഫീലിംഗ്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് നിന്ന് നിങ്ങൾക്കത് പഠിക്കാൻ സാധിക്കണം, നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് പല കാര്യത്തിൽ നിന്നും, പല പ്ലേസിൽ നിന്നും, പല സിറ്റുവേഷനിൽ
നിങ്ങൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ മാക്സിമം നിങ്ങളുടെ ഒരു മാക്സിമം ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണിത്. ഓക്കെ, അത് മാരേജ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് കണക്ഷന്റെ പേരിൽ നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിന്റെ മാക്സിമം പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. സെയിം പാറ്റേണിൽ കൂടെ ആൻഡ് എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ റിയലൈസ് ചെയ്യും, ഓക്കെ, സോ എന്തൊരു കാര്യം ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് എത്ര കാലം പോയാലും ഇതേ ഒരു സർക്കിളിൽ തന്നെയാണ് അത് പോകുന്നത്. അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് തോന്നാണ് ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങൾ സെയിം സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്, അവിടെ ആ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല, നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കുന്നില്ല, ആ വ്യക്തിക്ക് മാറാൻ സാധിക്കുന്നില്ല. എന്തിന്റെ പേരിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്ത് ചില ആക്ഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഓവർ കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ട ഒരു റിലേഷൻഷിപ്പ് അല്ല ഗ്രൂപ്പ് നമ്പർ 1 ഇത്. ഓക്കെ, സ്പെഷ്യലി നിങ്ങൾക്ക് തോന്നാണ് ഇത് പ്രത്യേകിച്ച് യാതൊരു മാറ്റങ്ങളും കൊണ്ടുവരുന്നില്ല, ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ, ഒരാളുടെ ആക്ഷൻ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ, രണ്ടാളുടെ ആക്ഷനും പരസ്പരം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ, ചില കാര്യങ്ങള് ഇഷ്ടത്തിന്റെ പേരിലോ കമ്മിറ്റ്മെന്റിന്റെ പേരിലോ ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കാതിരിക്കാം. ചില ആളുകൾക്ക് എന്തെങ്കിലും ഓവർ ഒബ്സഷൻ ഉണ്ടാവുന്നത് മേ ബി ലൈക്ക് ഒരു പേഴ്സൺ മറ്റൊരാൾക്ക് വളരെ ടോക്സിക് ആയിട്ട് നിൽക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഡു യു ഹാവ് എ ഫ്യൂച്ചർ ടുഗെദർ? ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു ഭാവി ഉണ്ടോ എന്നുള്ളതല്ല നിങ്ങൾ നോക്കേണ്ടത്, ഈ ഭാവി എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ്. ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും ഈ ഒരു വ്യക്തിയിലേക്ക് വന്നാൽ, ഈ ഒരു വ്യക്തിയെ നിങ്ങൾ നേടിയാൽ, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വന്നാൽ എങ്ങനെയായിരിക്കും ആ ഒരു റിലേഷൻഷിപ്പ് പോകുന്നുണ്ടായിരിക്കുക എന്നുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ വേണം, ഈ വ്യക്തി എന്റെ കൂടെ റിലേഷൻഷിപ്പ് ആയിട്ട് വേണം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ള ഒരു കാര്യമാണ്. ഓക്കെ, പക്ഷെ ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് പിന്നീടുള്ള ലൈഫ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, സോ ചില കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതേ പാറ്റേൺ തന്നെ അല്ലെങ്കിൽ ഇതേ കാര്യം തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, what you need to hear about this relationship. സോ പ്രോബബ്ലി ഇത് നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, മാരിറ്റൽ പാർട്ട്ണർ ആയിരിക്കാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഓർ നിങ്ങൾ ഒരു മാരേജിലേക്ക് കൊണ്ടുവരുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, സോ ചില മാറ്റങ്ങൾ സംഭവിക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കഴിയുന്നതും വരാതിരിക്കുക. ഓൾറെഡി നിങ്ങൾക്ക് റെഡ് ഫ്ലാഗ് ഉള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, റെഡ് ഫ്ലാഗ് തന്നിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ അഡ്വാൻറ്റേജ് എടുക്കുന്ന പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ be very careful, group number 1. ഓക്കെ, സോ സ്ലോലി നിങ്ങൾക്ക് സമയം, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യുന്ന ആ ഒരു ടൈം നിങ്ങൾക്ക് ആക്ച്വലി ചില കാര്യങ്ങൾ റിവീൽ ചെയ്യും. ഓക്കെ, സോ ചില മാറ്റങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളായിട്ട് എടുക്കേണ്ട മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇപ്പം എപ്പോഴും നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല അല്ലെ. സോ ഒരു ടൈം ആവുന്ന സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കും, കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവില്ല. ഓക്കെ, സോ പ്രോബബ്ലി ലൈക്ക് ഇപ്പം ഈവൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വളരെ കമ്മിറ്റ്മെന്റ് തോന്നിയാലും ഒരുപാട് സ്നേഹം തോന്നിയാലും പരസ്പരം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ഡിറ്റാച്ച്ഡ് ആക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു അകലം നിങ്ങൾക്കിടയിലുള്ള ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. എന്ത് സംഭവിക്കുക എന്ന് വിചാരിച്ചാൽ ഒരു സമയത്ത് നിങ്ങൾക്ക് വലിയ ഒരു അറ്റാച്ച്മെന്റിന്റെ പേരിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വലിയ കണക്ഷൻസ് തോന്നും, ഇത് വേണമെന്ന് തോന്നും, ഇത് നേടിയെടുക്കാൻ തോന്നും. നേടിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ പല കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ നിങ്ങൾ പ്രോമിസ് ചെയ്തതുപോലെ കമ്മിറ്റ് ചെയ്തതുപോലെ പല കാര്യങ്ങളും സംഭവിക്കാനുള്ള ഒരു പോസിബിലിറ്റി കുറവായിരിക്കാം. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈവൻ അതൊന്ന് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചില കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് പെട്ടെന്ന് ചേഞ്ച് ആക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം, അത് പ്രഗ്നൻസി ആയിരിക്കാം, കുട്ടികളായിരിക്കാം, ഓർ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ചില ബാധ്യതകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് ആണ്. നിങ്ങൾക്ക് അത്ര ഒരു കോൺഫിഡൻസ് ഉണ്ട്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഒരാൾ മാറുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓക്കെ, ഇപ്പൊ നമ്മളൊരു ജേർണി പോകുന്ന സമയത്ത് രണ്ടാളും ഈക്വൽ ആയിട്ട് എഫേർട്ട് എടുക്കുന്ന സമയത്ത് നമുക്കത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും അല്ലെ. സോ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ആ ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ മാത്രം ഇത് നിങ്ങൾ ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാം. യെസ്, നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ടൊരു ഫ്യൂച്ചർ ഉണ്ടാവുന്നുണ്ട്. അത് എന്ത് ഫ്യൂച്ചറാണ്, ആ ഒരു ഫ്യൂച്ചർ എങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്കൊരു വേദനയല്ല തരേണ്ടത് അല്ലെ, ഗ്രോത്ത് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. എല്ലാ റിലേഷൻഷിപ്പും നമുക്ക് വളരെ സന്തോഷമായിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രം എന്നുള്ളതല്ല, ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ടാവും, പക്ഷെ അതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവണം അല്ലെ. സോ പരസ്പരം അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കണം. സോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ഈ ഒരു റിലേഷൻഷിപ്പ് ഈവൻ നിങ്ങൾ
ഈവൻ നിങ്ങൾ എന്ത് കൈൻഡ് ഓഫ് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നിങ്ങൾ ഒരു സെയിം സൈക്കിൾ, ഒരു കാർമിക് സൈക്കിളിൽ നിങ്ങൾ പോകുന്നത്. തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഓൾറെഡി എക്സ്ട്രാ മാരിറ്റൽ സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, സോ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് രണ്ടാൾക്കും പ്രോബ്ലംസ് ഉണ്ടായിരിക്കില്ല, പക്ഷെ നിങ്ങൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് വേറെ ആളുകൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അത് നിങ്ങളുടെ ഒരു മെന്റൽ പീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കർമ്മ തന്നെയാണ് ഡിസ്റ്റർബ്ഡ് ആക്കുക, അല്ലെ? സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ വൈസായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ലെറ്റ്സ് ടേക്ക് ജസ്റ്റ് വൺ മെസ്സേജ് ഫോർ യു about this relationship. Tip number 1, wedding. ഇത് ഓൾറെഡി നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പാറ്റേണിൽ മാരേജ് ഓൾറെഡി ഇൻവോൾവ് ആയിരിക്കാം, അല്ലെ? സോ അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ചില കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ചില കമ്മിറ്റ്മെന്റ്സിലേക്ക് വരാൻ പറ്റാത്തത്, റൈറ്റ്? സോ എവിടെയാണ് നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിക്കുക. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു പേഴ്സൺ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ആളുകൾക്ക്. കാരണം മേ ബി ചില ആളുകൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കാം. ഓക്കെ, എപ്പോഴാണ് നിങ്ങൾക്ക് ഹീലിംഗ് ആയിട്ട് തോന്നുക? നിങ്ങൾ ഒരുപാട് എഫേർട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവാം. അതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും രീതിയിൽ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഫൊഗീവ് ചെയ്യുക, ചില കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക, റിലീസ് ചെയ്യുക. ഒരു സമയത്താണ് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കുക. ഓക്കെ, സോ ചില കാര്യങ്ങൾ മേ ബി ഇത് നിങ്ങളുടെ പാസ്റ്റ് എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ കുറെ കാലത്തൊരു പാസ്റ്റ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫോർ യുവർ സ്പിരിച്വൽ ഗ്രോത്ത്, ഫോർ യുവർ പേഴ്സണൽ ഗ്രോത്ത്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ഈ വ്യക്തിയുമായിട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ട്. ആ ഒരു ഫ്യൂച്ചർ എങ്ങനെ പോകുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എവിടെയെങ്കിലും നിങ്ങൾ അത് റിയലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടേക്ക് ദ റൈറ്റ് ആക്ഷൻ, ഹീൽ യുവർ റിലേഷൻഷിപ്പ്. ഓക്കെ, സോ അതാണ് ടിപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജ്. Hope you like this reading. Let's move to group number 2 now. Hey, group number 2. Do you have a future with this person? ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഭാവി ഉണ്ടോ? എന്ത് ഭാവിയാണ്? എന്താണ് ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? നോക്കാം. ഗ്രൂപ്പ് നമ്പർ 2. ഇത് ഓൾറെഡി നിങ്ങൾ പരസ്പരം ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, ലൈക്ക് സോൾമേറ്റ് ഓർ നിങ്ങൾക്കൊരു സ്പെഷ്യൽ കണക്ഷൻ ആയിട്ട് നിങ്ങൾ എടുക്കുന്ന. ഓക്കെ, സോ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾ അങ്ങനെ കാണുന്ന ഒരു റിലേഷൻഷിപ്പാണ്, നിങ്ങൾ പരസ്പരം ഗ്രോ ചെയ്യുന്ന റിലേഷൻഷിപ്പാണ്. എസ്പെഷ്യലി നിങ്ങൾക്കിടയിലൊരു നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പരസ്പരം. ഓക്കെ, സോ നിങ്ങൾക്കിടയിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈഗോ സംഭവിക്കുന്നുണ്ട്, അതേസമയം നിങ്ങൾക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഏതെങ്കിലുമൊക്കെ രീതിയിലൊരു പേഴ്സണൽ ഗ്രോത്ത്, പേഴ്സണൽ ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഒക്കെ തരാൻ സാധിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ, എനർജറ്റിക്കൽ ഒക്കെ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾ വളരെ കമ്മിറ്റ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. Right, let's see group number 2. What is your future together? Do you have a future with this person? And what you need to hear about this relationship, group number 2. What is your future together? What you need to know about this relationship and person, group number 2. Do you have a future with this person? നിങ്ങൾക്ക് ഒരുപാട് അപ്രൂവൽസ് കൊടുത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, പല കാര്യങ്ങളും ചെയ്യാൻ. വിച്ച് മീൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരിക്കണം, പല രീതിയിലായിരിക്കാം. നിങ്ങളുടെ ടാലന്റ് ആയിരിക്കാം, നിങ്ങൾ ഇമോഷണലി ഒരുപാട് എക്സ്പ്രസ് ചെയ്യാൻ പഠിച്ചതും നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായതൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷമായിരിക്കാം. നിങ്ങൾക്ക് ഒരു തുറന്നൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പല കാര്യത്തിനും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പല കംഫർട്ട് സോണും നിങ്ങളുടെ പല എക്സ്പീരിയൻസും ബ്രേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾ കുറെ കൂടെ ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഒരുപാട് ബോൾഡ് ആക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓപ്പൺ ആയിട്ടുള്ള കോൺവെർസേഷൻ, പല കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്തായിരിക്കാം നിങ്ങൾ പരസ്പരം നിങ്ങളോ ആ വ്യക്തിയോ ആദ്യമായിട്ടൊക്കെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ടാലന്റ് മെയിൻലി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക്
ലൈഫിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അതുപോലത്തെ ഒരു പേഴ്സണൽ ഗ്രോത്ത് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കാം, റൈറ്റ്? സോ പുറത്തേക്ക് വരാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യാനും പുതിയ എക്സ്പീരിയൻസ് നിങ്ങൾ പരസ്പരം കൊടുത്തിട്ടുണ്ടായിരിക്കണം. സ്പെഷ്യലി ഒരു എക്സ്ട്രാ കെയർ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതുവരെ കിട്ടാത്തൊരു അറ്റൻഷൻ, കെയർ, ലവ് ഒക്കെ പരസ്പരം കൊടുത്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഒരാൾക്ക് വേണ്ടി അങ്ങനെ നിന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഒരു മദർലി എനർജി, ഓക്കെ, ഒരു പ്രൊട്ടക്ഷൻ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും സംസാരിക്കുന്നു, നിങ്ങൾ ആരെങ്കിലും ഒക്കെ മനസ്സിലാക്കാനുണ്ട് എന്നൊക്കെ തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ചില ആളുകൾക്ക് നിങ്ങളെ എങ്ങനെ നിങ്ങൾ സ്വയം പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെ? സോ ഇത് നിങ്ങളെ ഒരുപാട് ബോൾഡ് ആക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഇത് നിങ്ങൾക്ക് അതുപോലത്തെ ഒരു മാറ്റം, അതുപോലത്തെ ഒരു സ്പിരിച്വൽ പേഴ്സണൽ ഗ്രോത്ത് കൊണ്ടുവരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കൊരു ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു മദർലി അല്ലെങ്കിൽ ഒരു ഫെമിനൻ മാസ്കുലൻ എനർജി നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ആൻഡ് അഗൈൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കിടയിൽ തന്നെ മേ ബി നിങ്ങൾ സെയിം പ്രൊഫഷനിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കാം, സെയിം ടാലന്റ് ഉള്ള ആളുകളായിരിക്കാം, റൈറ്റ്? സോ അവിടെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന അതേ കാര്യം ഈ ഒരു വ്യക്തി കൂടെ ചെയ്യുന്ന സമയത്ത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജലസൂട് അവിടെ സംഭവിക്കുന്നുണ്ട്. കാരണം അവിടെ നിന്നാണ് നിങ്ങൾ ഗ്രോ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ അത്ര ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു ജലസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കമ്പാരിസൺ എന്നുള്ളതല്ല, പക്ഷേ നിങ്ങൾക്കത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഗ്രോ ചെയ്യാൻ വേണ്ടി. ഇത് നിങ്ങൾക്ക് വളരെ ചെറുപ്പത്തിലേ അറിയുന്ന പേഴ്സൺ ആയിരിക്കാം, ഓർ ഇത് നിങ്ങളെക്കാളും യങ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ചേഞ്ച്. ഓക്കെ, സോ മേ ബി ഇപ്പൊ നിങ്ങൾ ഫെമിനൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാളും യങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ഇത് നിങ്ങൾ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞിട്ടുള്ള വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെക്കാളും പക്വത കുറവായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, ഓർ നിങ്ങൾക്ക് ഒരുപാട് വർഷങ്ങൾ ഉള്ള പരിചയമായിരിക്കാം, വളരെ ചെറുപ്പത്തിലേ അറിയുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണക്ഷൻ, സോൾ കണക്ഷൻ ഒക്കെ തോന്നിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾ സൊസൈറ്റിയിൽ എന്തെങ്കിലുമൊക്കെ പൊസിഷനിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം, ഒരുപാട് ഫെയിമിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം, ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം, ഓർ എന്താണോ ചെയ്യുന്നത് അവിടെ ഒരുപാട് പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നതോ ഓർ നിങ്ങളോ, റൈറ്റ്? ഗ്രൂപ്പ് നമ്പർ 1, what you need to know about this relationship. What you need to know about this relationship. So ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ പല രീതിയിൽ അവേക്കൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെ? സോ നിങ്ങൾക്കത് പ്രോബബ്ലി ചില ആളുകൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഒരു നിങ്ങൾ വലിയൊരു ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തതിന് ശേഷം ഒരു ഗ്യാപ്പിന് ശേഷമായിരിക്കാം നിങ്ങൾ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് റിയലൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെ? പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എല്ലാം തന്നിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത്, നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിന് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ തന്നിട്ടുള്ള റിലേഷൻഷിപ്പാണ്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ആൻഡ് അഗെയിൻ ഇത് സംഭവിക്കും, ആൻഡ് അത് ഇല്ലാണ്ടാവും, ആൻഡ് വീണ്ടും അത് റീബർത്ത് ചെയ്യും. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഡെത്ത് ആൻഡ് റീബർത്ത്. ഇത് ചില ആളുകൾക്ക് നിങ്ങൾക്ക് അത്ര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തോന്നിയിട്ടുള്ള ആളുകളാണ്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡ് ആവുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ ഒരുമിക്കുക എന്നുള്ളതല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഡെഫിനറ്റ്ലി ഒരു എൻഡ് ഉണ്ടാവുന്നില്ല, നിങ്ങളുടെ കണക്ഷന് ഒരു എൻഡ് ഉണ്ടാവുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ കാണേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണിത്. സോ പ്രോബബ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരു മേജർ സ്ട്രഗിൾ അല്ലെങ്കിൽ മേജർ ഒരു ലെസന് ഹെൽപ്പ് ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനോ, നിങ്ങൾ ചില പ്ലേസ് എണീറ്റ് നടത്താനോ, മൂമെന്റ്സ്, നിങ്ങളുടെ ലൈഫിൽ ഒരു മൂമെന്റ്സ് കൊണ്ടുവരാനും നിങ്ങൾ എന്താന്നുള്ളത് കുറച്ചുകൂടെ തിരിച്ചറിയാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പരസ്പരം നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലോ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോ അങ്ങനത്തെ ഒരു സപ്പോർട്ട് തന്നിട്ടുള്ള, അങ്ങനത്തെ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ട് സ്റ്റേജിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു കണക്ഷൻ ആണിത്, അല്ലെ? സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്ഷൻ തോന്നുന്നത്. ഈ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അത് നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിയുമായിട്ട് അത്ര ഒരു സ്ട്രോങ് സോൾ കണക്ഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെ? സോ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കുക ഫിസിക്കൽ ഡിസ്റ്റൻസ് ആയിരിക്കാം, റൈറ്റ്? സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ഒരു പ്രാവശ്യം നിങ്ങൾ കണ്ടുമുട്ടിയതിനു ശേഷം
പരസ്പരം കണ്ടുമുട്ടിയതിനു ശേഷം നിങ്ങളുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് ഇല്ലാത്തൊരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഈവൻ നിങ്ങൾക്ക് ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഫിസിക്കലി അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ കണക്ഷൻ വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, ഇതൊരു നെവർ എൻഡിങ് റിലേഷൻഷിപ്പ് ആണ് ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഫിസിക്കലി എല്ലാം നമ്മുടെ കൂടെ എപ്പോഴും കാണാൻ നിൽക്കുക, ഒരുമിച്ച് അങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇത് വളരെ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണ്. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് എടുക്കുക. കാരണം നിങ്ങൾക്ക് ഫൊർഗീവ് ചെയ്യാൻ ഈസിയാണ്. ഇത് എത്ര ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല. ഒരുപാട് നിങ്ങൾക്ക് സെൽഫ് ഗ്രോത്ത് കൊണ്ടുവരാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കുക ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ആക്ഷനും ബിഹേവിയറും പാറ്റേണും ആയിരിക്കാം നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ആരെങ്കിലും ഒരാൾ അത് മെച്യൂർഡ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാം. സ്പേസ് കൊടുക്കേണ്ട സമയത്ത് ഒരു റിലേഷൻഷിപ്പിൽ സ്പേസ് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾക്കും ആ വ്യക്തിക്കും ഗ്രോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2, what you need to know about this relationship, what's the future of this relationship. It's a reunion, okay, a union of souls. സോ ഇത് നിങ്ങളുടെ ലൈഫിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കാം, റൈറ്റ്? സോ ചില മാറ്റങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം. ഫിസിക്കലി ഉണ്ടാവുന്ന സെപ്പറേഷൻ മസ്റ്റ് ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, സോ ഒരു ടൈമിൽ നിങ്ങൾ മീറ്റ് ചെയ്യും, നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലുമൊക്കെ മേജർ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അത് ഏജ് ഡിഫറൻസ് ആയിരിക്കാം, നിങ്ങളുടെ മെറ്റീരിയൽ ലൈഫിൽ ഉണ്ടാവുന്ന ചില മാറ്റങ്ങളായിരിക്കാം, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഡിഫറൻസ് ആയിരിക്കാം, കൾച്ചർ വൈസ്, റിലീജിയൻ വൈസ് ഓർ ഫാമിലി വൈസ് ഉള്ളൊരു ഡിസ്റ്റൻസ് ആയിരിക്കാം നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിന് മാറ്റി നിർത്താൻ ഉള്ളൊരു കാരണം എന്ന് പറയുന്നത്. ഡെസ്റ്റിനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നിങ്ങളുടെ ഒരു കൺട്രോളിലായിക്കൊള്ളണമെന്നില്ല ഇത് പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാനും പറ്റുന്നതിനേക്കാളൊക്കെ മേലെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങൾ ഡെസ്റ്റിനി ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് അത് നാച്ചുറലി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അറ്റ് ദ റൈറ്റ് ടൈം നിങ്ങൾക്ക് ഏറ്റവും വേണ്ട ഒരു ടൈമിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. അങ്ങനത്തെ ഒരു മാറ്റം വരാൻ, അങ്ങനെ നിങ്ങളെ അവേക്കൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. സോ ചില മാറ്റങ്ങൾ, ചില ഡിസ്റ്റൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും നിങ്ങൾ പാനിക് ആവേണ്ടതായിട്ടില്ല. ഈ ഒരു റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതായിട്ടില്ല. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരസ്പരം ഫൊർഗീവ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമ്മൾ എത്ര വഴക്ക് നമ്മുടെ പാരന്റ്സ് ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ് ആയിട്ട് ഉണ്ടെങ്കിലും അത് ലൈക്ക് ചില സിറ്റുവേഷൻ അത് നാച്ചുറലി ഹീൽ ചെയ്യും. അല്ലെ, ആ ഒരു ദേഷ്യം നമുക്ക് കുറെ കാലം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്ലഡ് കണക്ഷൻ അതുപോലത്തെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോൾ കണക്ഷൻ ആണ്. ഓക്കെ, സോ നിങ്ങൾ പല ജന്മത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ഓൾഡസ്റ്റ് സോൾ അല്ലെങ്കിൽ വീണ്ടും റീബേർത്ത് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സോൾ കോൺട്രാക്ട് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ റോൾ ചെയ്യാന്നുള്ളത്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡെസ്റ്റിനി. ഓക്കെ, സോ എപ്പോഴൊക്കെ അത് നാച്ചുറലി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നോ അപ്പോഴൊക്കെ അതിനൊരു റീസൺ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പ് ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ഒരു റിലേഷൻഷിപ്പ് അല്ല. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, സോ see you have the connection always. Okay, so നിങ്ങൾക്ക് ആ ഒരു ത്രെഡ് ഉണ്ടാവുന്നുണ്ട്. ഒരു ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു പവറിന്റെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള 2 കുട്ടികളാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ വളരെ 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഒരു സോൾ കമ്മ്യൂണിറ്റിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ആളുകളാണ്. സോ ആ ഒരു കണക്ഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ മേ ബി ലൈക്ക് ചില സമയത്ത് നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിച്ചോളണമെന്നില്ല. നിങ്ങൾക്ക് പല കണക്ഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ തോന്നിയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം ഒക്കെ ആയിട്ട് പല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, സോ ചില സമയത്ത് നിങ്ങളുടെ ഒരു സർവീസ് നിങ്ങൾ സെർവ് ചെയ്യേണ്ടത് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇന്റൻഷൻ ഡിഫറെന്റ് ആയിട്ടുള്ള ചില കാര്യത്തിനായിരിക്കാം. സോ നിങ്ങൾ ഒരുമിച്ച് വരിക അല്ലെങ്കിൽ ഒരു ഫാമിലിയിലേക്ക് ഒരുമിച്ച് വരിക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല. ഈവൻ നിങ്ങളൊരു ഫാമിലിയിൽ നിന്ന് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും, ഈവൻ നിങ്ങൾ ഒരുമിച്ച് അങ്ങനെ നിന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും എപ്പോഴും നിങ്ങൾക്ക് ഒരുമിച്ച് അങ്ങനെ ഫിസിക്കലി കണക്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ഫിസിക്കലി അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. റൈറ്റ്? സോ നിങ്ങൾക്ക് ആ ഒരു മാറ്റം, ആ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഏറ്റവും കൂടുതൽ ആളുകൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നതും ആ ഒരു ഡിസ്റ്റൻസ് വരുന്ന സമയത്താണ്. ആ ഒരു ലാക്നെസ്, റിലേഷൻഷിപ്പിൽ അത്രൊരു മിസ്സിംഗ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. പ്രോബ്ലി ഈ ഒരു വ്യക്തി വേറെ പ്ലേസിലോ വേറെ കൺട്രിയിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രൊരു ഡിസ്റ്റൻസ് മേ ബി ഉണ്ടായിരിക്കാം. 2 ആളും 2 കൺട്രിയിലുള്ള ആളുകളായിരിക്കാം, 2 ആളും ഡിഫറെന്റ് കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കാം, 2 ആളും 2 മൈൻഡ് സെറ്റ് ഉള്ള ആളുകളായിരിക്കാം. റൈറ്റ്? സോ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ ഇങ്ങനെയാണ്. നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ നിങ്ങൾ വിഷമമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല.
ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ വളരെ സെൽഫിഷ് ആയിട്ട് കാണേണ്ട ഒരു റിലേഷൻഷിപ്പ് അല്ല. ഒരു ബോണ്ടിങ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. ഈവൻ നിങ്ങൾക്കിടയിൽ എന്തൊക്കെ ക്ലാഷസ് ഉണ്ടെങ്കിലും അത് നാച്ചുറലി ഹീൽ ആവും, നാച്ചുറലി അത് ഫൊർഗീവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പം ഈ ഒരു സമയത്ത് അത് ഡിഫറെന്റ് ആയിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരുപാട് ഫോഴ്സ് ചെയ്യുക ഒന്നും വേണ്ട. ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ. ഓരോ ടൈമിൽ എത്തുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു ഡിവൈൻ പ്ലാൻ ഉണ്ട്. കാരണം നിങ്ങൾ കൊണ്ടുപോകുന്നത് ആ ഒരു പവറാണ്. നിങ്ങൾ ആ ഒരു പവറിന്റെ കീഴിലുള്ള 2 കുട്ടികളാണെന്ന് വിചാരിക്കാം. ഓൾറൈറ്റ്, ആൻഡ് സ്റ്റോപ്പ് ഡൂയിങ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റേഷൻ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ഡിസ്റ്റൻസ് വരുന്ന സമയത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. അത് നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഓക്കെ, അത് നാച്ചുറലി സംഭവിക്കും. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിടയിൽ ആ ഒരു ജലസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഒരാൾ ഗ്രോ ചെയ്യുമ്പോൾ എനിക്കും ഗ്രോ ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുന്നുണ്ട്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഹീൽ ചെയ്യണം, മാറ്റങ്ങൾ വരുത്തണം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ വളരെ ഫോക്കസ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും, നിങ്ങളുടെ ലൈഫ് എങ്ങനെ പ്രസന്റ് ചെയ്യാൻ സാധിക്കോ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കോ, എത്ര ഇൻസ്പയറിംഗ് ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കോ, എത്ര സന്തോഷമായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കോ, ഡു ദാറ്റ്. ഓക്കെ, കാരണം നിങ്ങളുടെ ആ ഒരു ആക്ഷൻ ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കാം. ഓക്കെ, അതല്ലാതെ നിങ്ങൾ വളരെ ഡൗൺ ആയിട്ട് വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ട് സംഭവിക്കില്ല. ഓക്കെ, സോ ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചില മാറ്റങ്ങൾ നാച്ചുറലി സംഭവിക്കുന്നുണ്ട്. വീണ്ടും കാണാം, ഫിസിക്കൽ ഡിസ്റ്റൻസ് കുറയുന്നുണ്ട്, വീണ്ടും മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. ഫ്രീ യുവർ സെൽഫ്. ഇറ്റ്സ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. എക്സാക്ട്ലി വാട്ട് ഐ സെഡ്. ഓക്കെ, ആ ഒരു തോട്ട്സ് നിങ്ങൾ ഫ്രീ ആക്കി വിടുന്ന സമയത്താണ് ആ ഒരു റിലേഷൻഷിപ്പിൽ നാച്ചുറലി മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക. നിങ്ങൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ഈ വ്യക്തിയെ ആലോചിച്ച് അതിന്റെ ഒരു മെസ്സിങ്ങില് അതിന്റെ ഒരു ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ആലോചിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ പാഷനിലേക്ക് നിങ്ങൾ വരിക. നിങ്ങളുടെ സറൗണ്ടിങ് നിങ്ങൾ വളരെ നീറ്റ് ആയിട്ട് വെക്കുക, നിങ്ങളെ വളരെ നീറ്റ് ആയിട്ട് വെക്കുക, വളരെ സന്തോഷമായിട്ട് നിൽക്കുക. എന്താണ് ഈ ഒരു സമയത്ത് ലൈഫ് ഓഫർ ചെയ്യുന്നത്, എന്തിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് ലൈഫ് പറയുന്നത്, എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്തുള്ളത്, അത് നിങ്ങൾ ഡീൽ ചെയ്യുക, അത് മനോഹരമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ആ ഒരു സമയത്താണ് ഇതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുക. ചില കാര്യങ്ങൾ വെരി സൂൺ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങളായിട്ടത് ഡിസ്റ്റൻസ് കൊണ്ടുവരാതിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇത് മാരേജ് അല്ലെങ്കിൽ അങ്ങനെ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതല്ല. നിങ്ങൾ ഫിസിക്കലി ഒരുമിച്ച് വരിക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് നിങ്ങൾക്ക് അത്ര വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോൾ കണക്ഷൻ എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ലൈഫ് അല്ലെങ്കിൽ ഡെസ്റ്റിനി നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു ഓഫർ തരുന്നുണ്ടെങ്കിൽ അത് നാച്ചുറലി സംഭവിക്കും. നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഈവൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇന്റൻഷനലി മാനിഫെസ്റ്റ് ചെയ്യേണ്ട കാര്യം പോലും ഈ ഒരു റിലേഷൻഷിപ്പിലില്ല. എന്തൊക്കെയാണ് നിങ്ങൾക്ക് തന്നെ തോന്നുന്നത്, നാച്ചുറലി തോന്നുന്നത്, അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ടെലിപ്പത്തിക്കലി എനർജറ്റിക്കലി കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരു കാര്യം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ചെയ്യാതിരിക്കുക. സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചില സമയത്ത് ഓൾ ഓഫ് സഡൻ നല്ല പ്രസന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഈ ഒരു വ്യക്തിയുമായിട്ട് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ടെലിപ്പത്തിക് ബോണ്ട്, ടെലിപ്പത്തിക് ഫിസിക്കൽ ഇന്റിമസി, ടെലിപ്പത്തിക് കോൺവെർസേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് റൈറ്റ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഇന്റൻഷനലി ചെയ്യരുത്, അത് നാച്ചുറലി നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് മനസ്സിലാക്കുക ചില കാര്യങ്ങൾ റൈറ്റ് ആയിട്ട് അലൈൻഡ് ആവുന്നുണ്ട്. ആൻഡ് ഈ വ്യക്തി ഡെസ്പറേറ്റ് ആയിട്ട് ആലോചിച്ചിരുന്ന് നിങ്ങളുടെ ടൈം എത്രമാത്രം നിങ്ങൾ വേസ്റ്റ് ആക്കുന്നോ അത്രമാത്രം ഒരു കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. സോ എത്രയും പെട്ടെന്ന് ഗോ ബാക്ക് ടു യുവർ സെൽഫ്, വർക്ക് വിത്ത് യുവർ സെൽഫ്, ഡു ദ ബെസ്റ്റ് ഫോർ യു. Okay, group number 2. Hope you like this reading. Let's move to group number 3 now. Hey, group number 3. How are you guys doing today? You have a very special message, group number 3. Group number 3, do you have a future together? So, group number 3, നിങ്ങൾക്ക് തന്നെ അറിയാം ചില കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെ, ഫോർ എ ഫ്യൂച്ചർ. ഒരുമിച്ചിട്ട് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾ അതുപോലെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, മാരീഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് ആണ്. ഇറ്റ്സ് ലൈക്ക് ലേൺ, ഹീൽ ആൻഡ് റീകണക്ട്. ഓക്കെ, സോ എല്ലാം ഈസി ആയിട്ട് പോവാ എന്നുള്ളതല്ല. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്ന സമയത്ത് പല കാര്യങ്ങളും പഠിച്ച് പല മിസ്റ്റേക്സ് ഒക്കെ മാറ്റി ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഫ്യൂച്ചർ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഫ്യൂച്ചർ ഉണ്ടാവുന്നുണ്ടോ, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള 2 ആളുകളായിരിക്കാം. ഓക്കെ, ഇത് മേ ബി ലൈക്ക് ഇത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിരിക്കാം, റൈറ്റ്? നിങ്ങളുടെ ഫാമിലി എന്നുള്ളതോ നിങ്ങളുടെ ഫ്രണ്ടോ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം. സോ പ്രോബബ്ലി നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ആലോചിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഓർ ഇത് നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, റൈറ്റ്? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇതൊക്കെ. റിലേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ. ഓക്കെ, നല്ലൊരു ബോണ്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്.
അത് മിസ്റ്റേക്സ് എന്നാണ് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ പരസ്പരം ഹേർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, പരസ്പരം മിസ്റ്റേക്സ് ഉണ്ടാക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ഫൊർഗീവ് ചെയ്ത് പരസ്പരം ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, ഒരേ മിസ്റ്റേക്സ് വീണ്ടും വീണ്ടും അല്ലെങ്കിൽ അതേ ഒരു സൈക്കിൾ കൂടെ പോവാന്നുള്ളതല്ല, നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈവൻ നിങ്ങളാണെന്നുണ്ടെങ്കിലും ആ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ആ ഒരു സെൽഫ് ഗ്രോത്ത് പോകെ പോകെ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ദെൻ ഇറ്റ്സ് അപ് ടു യു, നിങ്ങൾക്ക് അങ്ങനെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകണോ വേണ്ടയോ അതിനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത്. Okay, let's see group number 3. Do you have a future with this person? And what you need to know about this relationship, group number 3. What you need to know about this relationship. Okay, so ഇത് നിങ്ങളുടെ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെ. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കണക്ഷൻ കൂടിയാണ്, റിലേഷൻഷിപ്പ് കൂടിയാണ്. സെയിം ഏജ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. ഈവൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ നിങ്ങൾക്ക് പരസ്പരം ഉണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലെ. പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾ തമ്മിൽ വലിയൊരു ഹ്യൂജ് ഡിഫറൻസ്, ഇവരെങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നോ, ഇവർക്ക് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കിടയിൽ ആ ഒരു സ്പെഷ്യൽ കണക്ഷൻ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന റിലേഷൻഷിപ്പാണ്. ഇമോഷണലി നല്ലൊരു ഫ്ലോ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴും ഒരു പുതുമ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. സോ ഇത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫസ്റ്റ് ലവ് ആയിരിക്കാം, റൈറ്റ്, അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം ഇത്. ഓക്കെ, ഇമോഷണലി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇമോഷണൽ സിറ്റുവേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഫാമിലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ കംപ്ലീഷൻ. ഓക്കെ, സോ ഒരു ഫാമിലിയിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണോ, ഒരു മാരേജ് ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണോ, ഒരു കുടുംബത്തിൽ ഒരു വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ വേണോ, അതൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വിത്ത് എഫേർട്ട്. ഓക്കെ, സോ ചില കാര്യത്തിൽ നമ്മൾ ഒരുപാട് എഫേർട്സ് കൊടുത്താലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ചില പ്ലേസിൽ നമ്മൾ എഫേർട്സ് കൊടുക്കണം, മാറ്റങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ടാവും. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെയാണ്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ വളരെ പോസിബിലിറ്റി ഉള്ള ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾ ഓൾറെഡി അങ്ങനെ നിൽക്കുന്ന ആളുകളായിരിക്കാം അല്ലെ. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഗിവ് അപ്പ് ചെയ്യണോ, ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നിങ്ങൾക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈൻ പരസ്പരം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ വർക്ക് വിത്ത് യുവർ റിലേഷൻഷിപ്പ്. ഓക്കെ, ഈവൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ്, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരസ്പരം നിങ്ങൾക്കത് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വീണ്ടും നല്ല രീതിയിൽ ആ ഒരു ഫ്ലോ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാനും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലി ബിൽഡ് ചെയ്യാനും അത് കംപ്ലീറ്റ് ചെയ്യാനും പോസിബിൾ ആയിട്ടുള്ള രണ്ട് ആളുകളാണ്. ഓക്കെ, രണ്ട് വ്യക്തികളാണ്. ഓക്കെ, ഈവൻ എന്തൊക്കെ ഡിഫറൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിലും ആരെങ്കിലൊക്കെ അങ്ങനെ പറഞ്ഞ, അല്ലെങ്കിൽ ഓക്കെ ഈ ഒരു കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നിയിട്ടുള്ള, ഡിഫറെന്റ് റിലീജിയൻ ആയിരിക്കാം, ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കാം, ഡിഫറെന്റ് സിറ്റുവേഷന് വരുന്ന ആളുകളായിരിക്കാം, നിങ്ങൾക്ക് പരസ്പരം അങ്ങനത്തെ ഒരു വിശ്വാസക്കുറവും തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെ കുറെയൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് റൂയിൻ ചെയ്യാനുള്ള ഒരു റീസൺ ആയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് തോന്നിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. പരസ്പരമുള്ള ഒരു ആക്ഷനും നിങ്ങൾ പരസ്പരം ചെയ്യുന്ന കാര്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു സംശയമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾക്ക് അതിലൊക്കെ മാറ്റങ്ങൾ, നിങ്ങൾ ചില കാര്യത്തിന് ചില ചാൻസ് കൊടുക്കുന്ന സമയത്ത് മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് ആണിത്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3, ലെറ്റ്സ് സീ വാട്ട് യു നീഡ് ടു ഹിയർ അബൌട്ട് ദിസ് റിലേഷൻഷിപ്പ്. ഗ്രൂപ്പ് നമ്പർ 3, സോ നിങ്ങൾക്ക് ചാലഞ്ചസ് ആയിട്ട് മെയിൻലി ഉണ്ടാവുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങളുടെ ഫാമിലി സപ്പോർട്ട് ചെയ്തോളണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വലിയൊരു ഇഷ്ടമുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിക്കൊള്ളണമെന്നില്ല ഇത്. ഓർ എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില ചാലഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. മെയിൻലി മറ്റുള്ള ആളുകളെ നിങ്ങൾക്കിടയിൽ കാണുന്ന ചില വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. ഓക്കെ, പ്രോബബ്ലി ലൈക്ക് ഇപ്പൊ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയ വലിയ ചലഞ്ച് ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ ഈവൻ നിങ്ങൾക്ക് തന്നെ അതിലേക്ക് വർക്ക് ചെയ്യാൻ തോന്നില്ല. ഓക്കെ, ഈവൻ നിങ്ങൾ തന്നെ ഒട്ടും സാധ്യത തോന്നാത്ത ചില സിറ്റുവേഷനിലൊക്കെ ആയിരിക്കാം. പക്ഷെ ചില കാര്യങ്ങൾ നാച്ചുറലി എഫേർട്ട്ലെസ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. ചില കാര്യത്തിനൊക്കെ ഒരു ഡിവൈൻ ടൈം ഉണ്ടാവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും കാലം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാധ്യത ഉണ്ടാക്കി തരുന്നുണ്ട്. ഓക്കെ, മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത്
നിങ്ങൾ എഫേർട്ട് കൊടുക്കേണ്ട ഒരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ എഫേർട്സ് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ പോവാ. എന്തൊക്കെയാണ് ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾ ലീഡ് ചെയ്യുന്നത്, ആ ഒരു സിറ്റുവേഷനിൽ പോവാ. ഒരു ടൈം ആവുന്ന സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് കൂടിയാണ്. ഓക്കെ, ഈവൻ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും ചില ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ചില അകന്ന് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ, ചില കാര്യങ്ങൾ ഇപ്പൊ എക്സ്റ്റേണലി നിങ്ങൾക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ട് ആ ഒരു അകൽച്ച ഉണ്ടാവും. നിങ്ങൾക്കിടയിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസം കൊണ്ടും ചില മാറ്റങ്ങളെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ബട്ട് സ്റ്റിൽ നിങ്ങൾ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തന്നെ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവും. ഇത് നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, എസ്പെഷ്യലി ലൈക്ക് മാരേജ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, കമ്മിറ്റ്മെന്റിലേക്ക് വരേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണ്. വർക്ക് ചെയ്യേണ്ട, ആക്ഷൻ എടുക്കേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണ് ഇത്. ഓക്കെ, ഇത് നിങ്ങളുടെ ആക്ഷനിലുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ ഫാന്റസൈസ് ചെയ്യുന്നതോ ഇത് നിങ്ങൾ ചിന്തിക്കുന്നതോ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല. ഇത് നിങ്ങളുടെ പ്രവൃത്തിയിൽ വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമാവാൻ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണ്. ഇത് പ്രോബബ്ലി നിങ്ങൾ ഒരു കല്യാണത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ലോങ് ടേമിലേക്ക് കൊണ്ടുവരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ്. അങ്ങനത്തെ ഒരു ഫാമിലി എടുക്കുക. നിങ്ങൾക്കിടയിൽ കുട്ടികൾ ഇൻവോൾവ് ആവുന്നുണ്ട്. സോ പ്രോബബ്ലി നിങ്ങൾക്കിടയിൽ കുട്ടികൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതായിരിക്കും നിങ്ങളുടെ ഒരു സ്ട്രോങ് ബോണ്ട് എന്ന് പറയുന്നത്. Number 3, what you need to hear about this relationship. Number 3, നിങ്ങൾ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇപ്പം ഒരു റിലേഷൻഷിപ്പിലേക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ വരാ എന്നുള്ളതല്ല, ഒരുപാട് എഫേർട്സ് അവിടെ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇന്റേണലി എക്സ്റ്റേണലി ഒക്കെ ഒരു റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതാണ് പെട്ടെന്ന് നിങ്ങൾക്കൊരു പ്രോബ്ലം വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുണ്ടാവില്ല അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത്, അല്ലെ? മേ ബി ലൈക്ക് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ഒന്ന് മാറി നിന്ന് ഒന്ന് സമാധാനമായിട്ട് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പും അങ്ങനെയാണ്. പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഒരു നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അത് സോൾവ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ അതുപോലെ ആയിരിക്കാം. ചില ബൗണ്ടറീസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്, ചില കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നുണ്ട്, ആളുകൾ ഇൻവോൾവ് ആവുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് പരസ്പരം അല്ലെങ്കിൽ ഒരു ടൈമിൽ ഒരാൾ ഒരു റിലേഷൻഷിപ്പിൽ എഫേർട്സ് കൊടുക്കുക, വേറൊരു സമയത്ത് മറ്റൊരാൾ ഒരു റിലേഷൻഷിപ്പിന് എഫേർട്സ് കൊടുക്കുക, അല്ലെങ്കിൽ പരസ്പരം നിങ്ങൾ എഫേർട്ട് കൊടുത്ത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ലീഗൽ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ്സിലേക്കൊക്കെ വരാൻ പോസിബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം ഉണ്ടായിരിക്കാം. ഓൾറൈറ്റ്, യു ഹിയർ അബൌട്ട് ദിസ് റിലേഷൻഷിപ്പ്. മറ്റുള്ള ആളുകളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ആക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഈവൻ നിങ്ങൾക്കിടയിൽ തന്നെ ചില സമയത്ത് നിങ്ങളുടെ സംസാരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. ഓൾറൈറ്റ്, ചില ആളുകൾക്ക് ഇത് നിങ്ങൾക്ക് പേടിയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഈ വ്യക്തിയുമായിട്ടൊരു റിലേഷൻഷിപ്പിലേക്ക് വരാന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു നൈറ്റ് മെയർ ആയിരിക്കാം, അല്ലെ? സോ നിങ്ങൾക്ക് അത്രൊരു ഇത് വേണോ ഇത് വേണ്ടേ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ, നിങ്ങൾക്ക് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ മേലെ ഒരു വിശ്വാസം ഉണ്ടാവുന്നുണ്ടാവില്ല, ഈ ഒരു വ്യക്തിയിൽ ഒരു വിശ്വാസം ഉണ്ടാവുന്നുണ്ടാവില്ല. അത് പല കാര്യങ്ങളായിരിക്കാം. ഇപ്പം ചില ആളുകൾക്ക് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് പുറമെ എക്സ്റ്റേണൽ ആയിട്ട് നിങ്ങളെ ടെംപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഇതിനെക്കാട്ടും ബെസ്റ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിനോട് തോന്നുന്ന ചില അറ്റാച്ച്മെന്റോ ഇമോഷണൽ അറ്റാച്ച്മെന്റോ അല്ലെങ്കിൽ ചില കാര്യത്തിനോട് നമുക്കൊരു ഇൻസ്റ്റന്റ് ആയിട്ടൊരു അട്രാക്ഷൻ സംഭവിക്കും, അല്ലെ? സോ നമ്മുടെ കൂടെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും ആ ഒരു സമയത്ത്. സോ അങ്ങനത്തെ ചില കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഈവൻ ഈ ഒരു കാര്യം ഇപ്പൊ ആരെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത്, ആ വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ട്ണർക്കോ. സോ അതുകൊണ്ടായിരിക്കും വേറെ ആളുകളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നത്. ഇറ്റ്സ് ലൈക്ക് ഓക്കെ, എനിക്കൊരു പാർട്ട്ണർ ഉണ്ട്, ആ പാർട്ട്ണറെക്കാളും ബെറ്റർ ആണോ വേറൊരു വ്യക്തി വേറൊരു കാര്യം എന്നുള്ളൊരു സിറ്റുവേഷൻസ് കൂടെ അവിടെ ഇൻവോൾവ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതൊരു ഇമച്യൂർഡ് ആയിട്ടുള്ള ഒരു നേച്ചർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെ കണക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഭ്രമങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കുറച്ച് ബുദ്ധിമുട്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ചെയ്യുക. ഇപ്പൊ എങ്ങനെ പോയാലും ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചാലും കറങ്ങി തിരിഞ്ഞ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തന്നെ വരും. ഈ ഒരു ഫാമിലിയുടെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് what I'm hearing is നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു വ്യക്തി ആയിക്കൊള്ളണമെന്നില്ല ഇത്. ഓക്കെ, നിങ്ങൾ ആരായിട്ടാണോ ഡീൽ ചെയ്യുന്നത്, ഏതൊരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണ്, പക്ഷെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾക്കൊരു ഇൻസ്റ്റന്റ് ഒരു അട്രാക്ഷൻ തോന്നുന്നത്. ഓക്കെ, അതാണ് ഇതിനേക്കാൾ ബെറ്റർ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ചില ആളുടെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു മെസ്സേജ് ആണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനിൽ. സോ എവിടേക്കാണോ നിങ്ങൾക്ക് ഇതിനേക്കാളും ബെറ്റർ അതായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, അത് പ്രോബബ്ലി നിങ്ങൾക്ക് റൈറ്റ് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ
വെരി കെയർഫുൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത്. ഓക്കെ, കാരണം നിങ്ങൾ ഓൾറെഡി ചില ആളുകൾ നിങ്ങൾ ഓൾറെഡി ഒരു റൈറ്റ് പ്ലേസിലാണ് നിൽക്കുന്നത്. ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ, റൈറ്റ് പ്ലേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈവൻ നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ സെൽഫ് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്, റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, നല്ല ഫാമിലി, നല്ല പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 3. ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ്. യെസ്, യു വിൽ ഹാവ് എ ഫ്യൂച്ചർ ടുഗെദർ വിത്ത് ദിസ് പേഴ്സൺ. പക്ഷെ കുറച്ച് നിങ്ങൾ കാത്തിരിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു ഫ്യൂച്ചറിലേക്ക് കൊണ്ടുവരാൻ ഭാവി ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭാവി ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം. ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, വരും, നിങ്ങളുടെ ലൈഫിലേക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യം വരും. ഈ ഒരു വ്യക്തി വരും, ഈ ഒരു റിലേഷൻഷിപ്പ് വരും. മൈ ഗോഡ്. Group number 3, it's a double confirmation. Don't go with my reading, just go with my cards. Okay, ten of cups. It's a great confirmation, a strong confirmation. ഒരു ഫാമിലി എന്നുള്ളത്. ഓക്കെ, ഒരു കമ്മിറ്റ്മെന്റ്, ലോങ് ടേം കമ്മിറ്റ്മെന്റ്, സെറ്റിൽ ആവുക എന്നുള്ളൊരു കൈൻഡ് ഓഫ് കൺഫർമേഷൻ. സോ ഇത് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് ആണ്. സോ ഈ ഒരു സമയം അത് സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളിലേക്കും ഫോക്കസ് ചെയ്യുക. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്കും ഫോക്കസ് ചെയ്യുക. ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ചാലഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങളത് ഡീൽ ചെയ്യുക. ഓക്കെ, സോ അത് ആ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ചില കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഇപ്പം നിങ്ങളുടേതെല്ലാം ഈസി ആയിട്ട് സംഭവിക്കുക എന്നുള്ളതല്ല, ചില മിസ്റ്റേക്സ് ഒക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കണം. പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കണം. കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ആക്ച്വലി വർത്ത് വെയിറ്റിംഗ് ഫോർ. ഓക്കെ, കാത്തിരിക്കുന്നത് വർത്ത് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഡിവൈൻ ടൈമിൽ റൈറ്റ് ആയിട്ട് കാര്യങ്ങൾ സംഭവിക്കും. കുട്ടികൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റൈറ്റ്, ചില ആളുകൾക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇമ്പോസിബിൾ ആയിട്ടുള്ള തോന്നുന്ന ചില കാര്യങ്ങളും ഉണ്ടായിരിക്കണം കുട്ടികൾ ഇൻവോൾവ് ആയതുകൊണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കുട്ടികൾ ഇൻവോൾവ് ആവേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫാമിലി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 3. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഈ ഒരു സമയത്ത് പല രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ട് ഉണ്ടായിരിക്കാം. കാരണം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് സിറ്റുവേഷൻ അങ്ങനെയൊക്കെ മാറുമോ, ചേഞ്ച് ഉണ്ടാവുമോ, നിങ്ങളുടെ ലൈഫ് എങ്ങോട്ടാ പോകുന്നത്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സിറ്റുവേഷനിലായിരിക്കാം പല ആളുകളും ഈ ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ പോകുന്നുണ്ടായിരിക്കാം, അല്ലെ? സോ ചില സമയത്തൊക്കെ നിങ്ങൾ രണ്ടാളും റിലേഷൻഷിപ്പിന് വേണ്ടി നിൽക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ചില സമയത്ത് രണ്ടാളും നിൽക്കുന്നുണ്ടായിരിക്കില്ല. സോ ഒരാൾ ഒരു വഴിക്ക് പോകുന്നുണ്ടായിരിക്കണം, മറ്റൊരാൾ എന്ത് ചെയ്യണം എന്നുള്ളത് അറിയുന്നുണ്ടായിരിക്കില്ല. റൈറ്റ്, സോ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഹീൽ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ ഒരാൾ അല്ലെങ്കിൽ ഒരാൾ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ആ ഒരു സമയത്ത് എന്താണ് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക, അങ്ങനത്തെ ആക്ഷൻ എടുക്കുക. എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വലിയ പ്രശ്നങ്ങളായിട്ട് എടുക്കാതിരിക്കാം. ഓക്കെ, സോ കണക്ട് വിത്ത് യുവർ സിറ്റുവേഷൻ. ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് ഗ്രൂപ്പ് നമ്പർ 3. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.